യോഗ എന്നാൽ കൂട്ടിച്ചേർക്കൽ എന്നാണ് അർത്ഥം. നമ്മുടെ ഓരോ കോശങ്ങളുടെയും അവയവങ്ങളുടെയും ഓരോ ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും മൊത്തത്തിലെ ഈ പ്രപഞ്ചത്തിന്റെയും ചേർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ശരീരത്തിനും മനസ്സിനും പ്രകൃതിയുടെ ഊർജം, ശക്തി, സൗന്ദര്യം എന്നിവയുടെ കൂട്ടിച്ചേർക്കലാണ്. അത് ഒരു ശാസ്ത്രമാണ്. ക്ഷേമത്തിന്റെ ശാസ്ത്രമാണ്, യുവത്വത്തിന്റെ ശാസ്ത്രമാണ്, ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയെയും സമന്വയിപ്പിക്കുന്ന ശാസ്ത്രമാണ്. യൂണിവേഴ്സൽ യോഗ ക്ലാസ്സിൽ ചേർന്ന് യോഗ അഭ്യാസിക്കും. ഏകാഗ്രതയാണ് ജീവിതത്തിന്റെ താക്കോൽ. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യക്ഷമമായ ജോലികൾ ചെയ്യുന്നതിനും പഠനം നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും ഏകാഗ്രതയിലൂടെ സാധിക്കും. യോഗ, ധ്യാനം തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ സാങ്കേതിക വിദ്യകളും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും ഉൽപാദനക്ഷമതയും മാനസിക വ്യക്തതയും വർദ്ധിപ്പിക്കാനും കഴിയും. അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് കുറയ്ക്കുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, ഇടവേളകൾ എടുക്കുക, സമയ മാനേജ്മെന്റ് പരിശീലിക്കുക എന്നിവയിലൂടെയും ഏകാഗ്രത വർദ്ധിപ്പിക്കാം. ഏകാഗ്രതയാണ് ശക്തിയുടെ രഹസ്യം. നന്ദി. ബന്ധങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ്. ബഹുമാനം, സ്നേഹം, ക്ഷമ, വിശ്വാസം, സത്യം തുടങ്ങിയ അവശ്യകാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഈ ഗുണങ്ങൾ ആരോഗ്യകരമായ ബന്ധങ്ങൾ യോജിപ്പിനും വളരുന്നതിനുമുള്ള അടിത്തറയാണ്. നമ്മുടെ ശരീരത്തിന് ജീവിക്കാൻ യോജിപ്പ് ആവശ്യമുള്ളതുപോലെ ബന്ധങ്ങൾക്ക് വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ, ആശയവിനിമയം, മനസ്സിലാക്കൽ, പിന്തുണ എന്നിവ ആവശ്യമാണ്. സഹകരണം, ധാരണ, കൂട്ടായ്മ എന്നിവയിലൂടെ ആഗോള ബന്ധങ്ങൾ ഐക്യം വളർത്തുന്നു. ഈ ബന്ധങ്ങൾ ലോകത്തിന്റെ നിലനിൽപ്പ് രൂപപ്പെടുത്തുന്ന ഊർജ്ജസ്വലമായ ഒരു ബന്ധം നെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നമ്മുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരമാണ്. നന്ദി. വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ വികസനത്തിന് നമ്മുടെ അപ്ഡേറ്റ് അത്യന്താപേക്ഷിതമാണ്. തുടർച്ചയായ പഠനം, പൊരുത്തപ്പെടുത്തൽ, നൈപുണ്യ വികസനം എന്നിവ ഉൾക്കൊണ്ട് ഇന്നത്തെ ലോകത്ത് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി ദിവസവും അപ്ഡേറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ആഴത്തിൽ സംതൃപ്തിപ്പെടുത്തുകയും നേട്ടം, സന്തോഷം, സംതൃപ്തി എന്നിവ നൽകുകയും ചെയ്യുന്നു. മനസ്സ് മാറ്റാൻ ആഗ്രഹിക്കാത്തവർക്ക് ഒന്നും മാറ്റാൻ കഴിയില്ല. നന്ദി. ജീവിതശൈലിയും ശീലങ്ങളും ഉൾക്കൊള്ളുന്ന ഫലപ്രദമായ ബോഡി മാനേജ്മെന്റ് മൊത്തത്തിലുള്ള ക്ഷേമത്തിന്റെ താക്കോലാണ്. ആരോഗ്യവും ജീവിത നിലവാരവും നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ദിനചര്യയിൽ വ്യായാമം, സമീകൃത പോഷകാഹാരം, ശരിയായ ജലാംശം, മതിയായ വിശ്രമം, ഉറക്കം, നല്ല ശുചിത്വം, നല്ല ചിന്ത, ധ്യാനം, മാനസിക ക്ഷേമം എന്നിവ ഉൾപ്പെടുത്തണം. ശരീരത്തിന് സങ്കീർണവും വിശിഷ്ടവുമായ പരിചരണം ആവശ്യമാണ്. ആരോഗ്യത്തിന്റെ മൂല്യം അത് ഇല്ലാതാകുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. ശരീരം നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് നമ്മുടെ കടമയാണ്. നന്ദി. മനുഷ്യ മനസ്സ് ഒരു ശക്തമായ പ്രോഗ്രാമിംഗ് ആണ്. ക്ഷേമം വളർത്തുന്നതിന് മനസ്സിന് പരിപോഷണം ആവശ്യമാണ്. പക്ഷേ അത് അവഗണിക്കുന്നത് ദുരിതത്തിലേക്ക് നയിച്ചേക്കാം. അരാജകമായ മനസ്സ് വ്യക്തതയെ ദുർബലപ്പെടുത്തുകയും നിഷേധാത്മക വികാരങ്ങൾ വളർത്തുകയും അനിയന്ത്രിതമായ ആവേശകരമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ മനസ്സിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ധ്യാനം, ശ്രദ്ധ, തെറാപ്പി, സ്വയം പ്രതിഫലനം പോലെയുള്ള അപ്ഡേറ്റുകൾ ആവശ്യമാണ്. മനസ്സ് ഒരു കണ്ണാടിയാണ്. നല്ല കാഴ്ചകളിലേക്ക് അതിനെ ക്രമീകരിക്കുക, അതിലൂടെ മെച്ചപ്പെട്ട ഒരു ലോകം കാണുക. നന്ദി. വികാരങ്ങൾ ജീവിതത്തിൽ അത്യന്ത ആവശ്യമാണ്. ഇത് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇപ്പോൾ പുതിയ ഉപകരണങ്ങളിൽ മൊബൈൽ ആപ്പുകൾ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പോലെ മനുഷ്യ ശരീരത്തിൽ അടിസ്ഥാന വികാരങ്ങളായ ദേഷ്യം, ഭയം, കോപം, സങ്കടം, വെറുപ്പ്, ആശ്ചര്യം, വിശ്വാസം, പ്രതീക്ഷ, സന്തോഷം മുതലായവ നിയന്ത്രിക്കാൻ കഴിയണം. വൈകാരിക മാനേജ്മെന്റിൽ വൈദഗ്ധ്യം നേടുന്നതിന് ആശയവിനിമയം, സ്വയം അവബോധം, സമ്മർദ്ദം എന്നിവ മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കുക. നന്ദി. ഉൽപാദനക്ഷമത, ക്ഷേമം, ജീവിത സന്തുലിതാവസ്ഥ, വളർച്ച, ഉദ്ദേശ്യം എന്നിവയ്ക്കായി പ്രകൃതിത്വവും ശാരീരികവും മാനസികവും വൈകാരികവുമായ ഊർജ്ജത്തെ മൂല്യനിർണ്ണയം ചെയ്യൽ, തരംതിരിക്കൽ, പ്രോഗ്രാമിംഗ് എന്നിവ മാനുഷിക ഊർജ്ജ മാനേജ്മെന്റിൽ ഉൾക്കൊള്ളുന്നു. എല്ലാം ഊർജ്ജമാണ്. അത് പ്രകൃതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഊർജ്ജം ജീവന്റെ ബലമാണ്.
നമ്മുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ നമ്മുടെ ഊർജം ശരിയായി കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ശ്രദ്ധ പോകുന്നിടത്തേക്ക് ഊർജം ഒഴുകുന്നു. ശ്രദ്ധ ഊർജമായതിനാൽ നല്ല ശീലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നന്ദി. സമയത്തിന്റെ ശരിയായ ഉപയോഗം കാര്യക്ഷമമായ ജീവിത പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ നല്ല സമയ മാനേജ്മെന്റ് എന്നാൽ വ്യക്തിപരമായ മുൻഗണനകളുമായി യോജിപ്പിച്ച ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകൽ, സമയ പട്ടിക ഉണ്ടാകൽ, നേടിയെടുക്കൽ എന്നിവയാണ് 8-8-8 രീതി ഉപയോഗിക്കുക. ജോലി പഠനത്തിനായി 8 മണിക്കൂർ, സ്വയം പരിചരണം, വിനോദം, ബന്ധങ്ങൾ എന്നിവയ്ക്കായി 8 മണിക്കൂർ, ഉറക്കത്തിനായി 8 മണിക്കൂർ നീക്കിവെക്കുക. സ്ഥിരമായും ഫലപ്രദമായും ഇത് പരിശീലിക്കുക. ടൈം മാനേജ്മെന്റിന്റെ സാരം കുറെ ജോലികൾ ചെയ്യുന്നതില്ല, മറിച്ച് തന്ത്രപരമായി ശരിയായവ തിരഞ്ഞെടുക്കുന്നതിലാണ്. ഓർക്കുക, സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിനിധാനമാണ്. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമാണ്. സമയം നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു പ്ലാനാണ്. എനിക്ക് സമയമില്ല എന്ന പ്രസ്താവന സമയത്തിന്റെ യഥാർത്ഥ അഭാവത്തെക്കാൾ ആഗ്രഹത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. നന്ദി. വൈവിധ്യമാർന്ന ജീവിതരീതികൾ, താൽപ്പര്യങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, DNA എന്നിവയാൽ ഓരോ ജീവിതവും അതുല്യമാണ്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നിന്ന് ലോകം പ്രയോജനം നേടുന്നു. നമ്മുടെ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ, ആശയങ്ങൾ, കഴിവുകൾ എന്നിവ സാമൂഹിക സംഭാവനകൾക്ക് അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും സഹാനുഭൂതി കാണിക്കാനും സഹാനുഭൂതിയുള്ള ബന്ധങ്ങളും പരോപകാരങ്ങളും പരിപോഷിപ്പിക്കാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട്. നമ്മൾ വ്യത്യസ്ത കഴിവോടെ ജനിച്ചവരാണ്. കോപ്പിയടിയായി മരിക്കരുത്. അതുല്യനായിരിക്കുക, നിങ്ങളായിരിക്കുക, അസാധാരണനായിരിക്കുക. നന്ദി. ശരിയായ വ്യായാമം എന്നത് ശക്തി, വഴക്കം, സമചിത്തത, ശ്രദ്ധ, ധൈര്യം, പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും ആത്മവിശ്വാസവും ആന്തരിക സമാധാനവും നൽകുന്നതും രോഗത്തിന്റെ അഭാവത്തിന് പുറം പൂർണ്ണമായ ക്ഷേമത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും ട്യൂൺ ചെയ്യുന്നതിനും വ്യക്തിഗത വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നതിനും ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താക്കി മാറ്റുന്നതിനുമുള്ള ഒരു ഉപകരണമായി യോഗ പോലെയുള്ള ശരിയായ വ്യായാമങ്ങൾ പ്രവർത്തിക്കുന്നു. ശാരീരികവും വൈകാരികവും മാനസികവുമായ പരിവർത്തനത്തിനുള്ള ഉത്തേജകമായ വ്യായാമം ഏത് പ്രായത്തിലും ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ വേദന നാളെയുടെ ശക്തിക്ക് വഴിയൊരുക്കുന്നു. നന്ദി. വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ, അന്നജം, ആന്റിഓക്സിഡന്റ്, ഓർഗാനിക് ഭക്ഷണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ സമീകൃതാഹാരം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തോട് നന്ദി കാണിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. പോഷകാഹാരം ആരോഗ്യത്തിന് പ്രധാനമാണ്. ശ്രദ്ധയോടെ ഭക്ഷിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ക്ഷേമത്തിനായി എളുപ്പത്തിൽ ദഹിപ്പിക്കാവുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. ചീത്ത കൊഴുപ്പ് കുറയ്ക്കുക. ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ പോഷകാഹാരത്തിന് മുൻഗണന നൽകുക. നിങ്ങളുടെ ഭക്ഷണക്രമം ചിട്ടയോടെ ക്രമീകരിക്കുക. ഭാവി ആരോഗ്യത്തിനായി വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്, എന്നാൽ ബുദ്ധിപൂർവ്വം ഭക്ഷണം കഴിക്കുക എന്നത് ഒരു കലയാണ്. നന്ദി. ആഴത്തിലുള്ള ശ്വസനം ആരോഗ്യത്തിന്റെ താക്കോലാണ്. ഓക്സിജന്റെ ഒഴുക്ക്, പ്രതിരോധശേഷി, അവയവങ്ങളുടെ പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തെയും മനസ്സിനെയും യോജിപ്പിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ജീവിതത്തെ ബോധവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ശ്വാസം. നമ്മുടെ ശരീരത്തെ നമ്മുടെ ചിന്തകളുമായി ബന്ധിപ്പിക്കുന്നു. നമ്മുടെ ദൈനംദിന ദിനചര്യയിൽ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ഫലപ്രദവുമായ മാർഗമാണ്. ശ്വാസോച്ഛ്വാസം ജീവിതത്തിന്റെ സത്തയാണ്. ആഴത്തിൽ ശ്വസിക്കുക, പൂർണ്ണമായി ജീവിക്കുക. നന്ദി. ശരിയായ വിശ്രമം സന്തോഷകരവും സമാധാനപരവുമായ ജീവിതത്തിന്റെ താക്കോലാണ്. നല്ല ആരോഗ്യവും സൃഷ്ടിപരമായ ചൈതന്യവും നിലനിർത്തുന്നതിന് ധ്യാനം, യോഗ, ആഴത്തിലുള്ള ശ്വസനം എന്നിവയിലൂടെ നേടിയെടുക്കുന്ന വിശ്രമം അത്യാവശ്യമാണ്. മതിയായ വിശ്രമം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഏകാഗ്രത മെച്ചപ്പെടുത്താനും രോഗത്തിന്റെയും പരുക്കിന്റെയും സാധ്യത കുറയ്ക്കുന്നു. ദിവസേനയുള്ള വിശ്രമ പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നത് ആരോഗ്യവും സന്തോഷവും പ്രോത്സാഹിപ്പിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യാൻ നമുക്ക് ശാന്തമായ മനസ്സ് നൽകുന്നു. വിശ്രമിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഫോക്കസ് വീണ്ടെടുക്കാനും സമയമെടുത്ത് അഭ്യാസിക്കുക. നന്ദി. പോസിറ്റീവ് ചിന്തകൾ സഹിഷ്ണുതയും ശ്രദ്ധയും വളർത്തുന്ന ഒരു മാനസികാവസ്ഥയാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ ഒരാളെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതം നയിക്കാനുള്ള ആന്തരിക ശക്തിയും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു. എനിക്ക് അത് ചെയ്യാം എന്ന വാക്യം പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന ശക്തമായ സ്ഥിരീകരണമാണിത്. ഈ ചിന്തയിൽ അശ്രാന്തമായ ദൃഢനിശ്ചയം ഉൾക്കൊള്ളുന്നു.
പോസിറ്റീവ് ചിന്തകൾ വാക്യങ്ങളെ മറികടക്കുന്നു. അത് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നു. നമ്മുടെ പോസിറ്റിവിറ്റി നമ്മളെ മാത്രമല്ല ചുറ്റുമുള്ളവരെയും മെച്ചപ്പെടുത്തുന്നു. പോസിറ്റീവ് ചിന്തകൾക്ക് നമ്മളെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. നന്ദി. ശാന്തമായ മനസ്സിനും ശാശ്വതമായ ജീവിതത്തിനും വേണ്ടി ധ്യാനം സ്വീകരിക്കുക. ദൈനംദിന ധ്യാനത്തിലൂടെ ആന്തരിക ശക്തിയും വ്യക്തതയും ഉണർത്തുക. ദിവസവും 5 മിനിറ്റ് ധ്യാനം ചെയ്താൽ നമ്മുടെ ജീവിതം മാറ്റാം. ധ്യാനം വഴി മനസ്സ് പരിശീലിപ്പിച്ച് സമാധാനവും സഹിഷ്ണുതയും നേടാം. എന്ത് ചെയ്യണമെന്നറിയുന്നതിനേക്കാൾ എന്ത് ചെയ്യരുതെന്നറിയുന്നതിൽ ധ്യാനം കൂടുതൽ ശ്രദ്ധയും കേന്ദ്രീകരണവും നൽകുന്നു. നമ്മൾ നിശബ്ദനാകുമ്പോൾ നമുക്ക് കൂടുതൽ കേൾക്കാനാകും. നന്ദി. സന്തോഷം എന്നത് ഒരു സങ്കീർണമായ ആശയമാണ്. നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒന്നാണെങ്കിലും അത് നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പുകളിലൂടെയും വന്നുചേരുന്നതാണ്. ക്ഷേമം, പോസിറ്റീവ് വികാരങ്ങൾ, ജീവിതയാത്രയിൽ നിന്നും കിട്ടുന്ന സംതൃപ്തി കണ്ടെത്തൽ എന്നിവയുടെ സങ്കീർണമായ മിശ്രിതമാണ് സന്തോഷം. അതിനാൽ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുകയും ഒരു ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്യുക. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ മുതൽ ദൈനംദിന നിമിഷങ്ങൾ വരെ നമ്മെ ചുറ്റിപ്പറ്റിയുള്ള സൗന്ദര്യവും സന്തോഷവും ബന്ധത്തിന്റെ ബോധവും കാണിച്ചു തരുന്നതിലൂടെ ഓരോ നിമിഷവും ആസ്വദിക്കുക. പങ്കിടുമ്പോൾ മാത്രമേ സന്തോഷം യഥാർത്ഥമാകൂ. അതിനാൽ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ മടിക്കരുത്. നന്ദി. അവസരങ്ങൾ നിങ്ങളുടെ സാധ്യതകളെ തുറന്നുകാട്ടുന്ന പടികളാണ്. അവ കഠിനാധ്വാനം ആവശ്യപ്പെടുന്നുവെങ്കിലും വിജയത്തിലേക്ക് നയിക്കും. നമ്മുടെ ചുറ്റും അവസരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അവ കാണാനും പരമാവധി പ്രയോജനപ്പെടുത്താനും നാം തയ്യാറാകണം. സ്വയം വളരാനും മെച്ചപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ശരിയായ അവസരം വരുന്നതിനായി കാത്തിരിക്കാതെ അത് സ്വയം സൃഷ്ടിക്കുക. ഓരോ വെല്ലുവിളിയും ഒരു പുതിയ അവസരത്തിന്റെ വാതിൽ തുറക്കുന്നു. നന്ദി. അഗാധമായ അറിവിന്റെയും ധാരണയുടെയും സ്വയം തിരിച്ചറിയലിന്റെയും അവസ്ഥയാണ് ജ്ഞാനോദയം. വിമർശനാത്മകമായി പ്രതിഫലിപ്പിക്കുക, സ്വയം പര്യവേക്ഷണം ചെയ്യുക, സ്വയം മനസ്സിലാക്കുക എന്നിവ ജ്ഞാനത്തിലേക്കും വളർച്ചയിലേക്കും നല്ല സ്വാധീനത്തിലേക്കുമുള്ള വഴികൾ തുറക്കുന്നു. ശാസ്ത്രത്തിലെ പ്രബുദ്ധത സാങ്കേതിക പുരോഗതിയിലേക്കും വൈദ്യശാസ്ത്ര മുന്നേറ്റത്തിലേക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്കും നയിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അജ്ഞതയെ അറിയുക എന്നതാണ് പ്രബുദ്ധതയിലേക്കുള്ള ആദ്യപടി. നന്ദി. വിനോദം നമ്മെ വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും ചിന്തയും ക്ഷേമവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ലളിതമായ ഹോബികൾക്ക് പോലും സാംസ്കാരിക ഉൾക്കാഴ്ചകളും സാമൂഹിക ബന്ധങ്ങളും നൽകാൻ കഴിയും. യഥാർത്ഥ സന്തോഷം ഉടലെടുക്കുന്നത് ക്ഷണികമായ വിനോദങ്ങളിൽ നിന്നല്ല, അർത്ഥവത്തായ തുടർച്ചയായ ഇടപെടലുകളിൽ നിന്നാണ്. യഥാർത്ഥ ആസ്വാദനത്തിനായി നമുക്ക് ആഴത്തിലുള്ള മാനുഷിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം. നന്ദി. ശീലങ്ങൾ നമ്മുടെ ദിനചര്യകളുടെ അടിത്തറയാണ്. ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു, അതിലൂടെ ശീലങ്ങൾ വളരുന്നു. ദിവസവും നല്ല ശീലങ്ങൾക്ക് വേണ്ടി ചെറിയ മാറ്റങ്ങൾ വരുത്തി ജീവിതം മെച്ചപ്പെടുത്താം. രാവിലെ വ്യായാമം, ധ്യാനം എന്നിവ ശ്രദ്ധയും മനസ്സിന്റെ തെളിമയും കൂട്ടും. സ്വപ്നങ്ങളോട് ചേർന്ന ശീലങ്ങൾ ഒന്നൊന്നായി വളർത്തുക. ശീലങ്ങൾ നമ്മുടെ അദൃശ്യമായ ഘടനയാണ്. നന്ദി. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സമയവും കഴിവുകളും ആശയങ്ങളും ഫലപ്രദമായി വിനിയോഗിച്ച് നേടിയെടുക്കുന്ന ഉൽപ്പാദനങ്ങളെയാണ് ഉൽപ്പാദനക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ ജോലികൾക്ക് മുൻഗണന കൊടുത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചും പ്രാധാന്യത്തിൽ നിന്നും കഠിനാധ്വാനത്തിന്റെയും പ്രതിബദ്ധതയുടെയും മൂല്യങ്ങളിലൂടെയാണ് ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നത്. തങ്ങളുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, സമയം, ഊർജം, ശ്രദ്ധ എന്നിവ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ് ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ളവർ. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നന്ദി. മനുഷ്യർ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിച്ചവരാണ്. വെല്ലുവിളികൾ നേരിടുമ്പോൾ അവർ പൊരുത്തപ്പെടുകയും സർഗാത്മകതയോടെ ചിന്തിക്കുകയും ശക്തരാകുകയും ചെയ്യും. സാങ്കേതിക വിദ്യയോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വെല്ലുവിളികളെ നേരിടാനും എല്ലാവരും ചേർന്ന് നല്ലൊരു ലോകം സൃഷ്ടിക്കാനും കഴിയും. ധൈര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ഗുണമായി കണക്കാക്കപ്പെടുന്നു, കാരണം അത് മറ്റെല്ലാ ഗുണങ്ങളെയും തുറന്നു കാണിക്കുവാൻ സഹായിക്കുന്നു. വെല്ലുവിളികളാണ് വിജയത്തിലേക്കുള്ള പടികൾ. നന്ദി. വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടാനും നമ്മുടെ ചുറ്റുപാടുകളെ പരിപാലിക്കുന്നതിനുമുള്ള വൈവിധ്യം, വഴക്കം, പ്രതിരോധം എന്നിവയിലൂടെ ജീവിക്കാൻ പ്രകൃതി നമുക്ക് വഴികൾ കാണിച്ചു തരുന്നു. പ്രകൃതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ജൈവകൃഷി, ശുദ്ധമായ ജലം, ഊർജം തുടങ്ങിയ ആശയങ്ങളിലേക്ക് നയിക്കുന്നു. പ്രകൃതിയെ അറിയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനും പ്രധാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രകൃതി തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇവയെക്കുറിച്ചുള്ള പഠനത്തിന് സ്കൂളുകളിൽ മുൻഗണന നൽകുകയും വേണം.
പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോട് അടുത്തു നിൽക്കുക. അത് നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. നന്ദി. നമ്മളെയും നമ്മുടെ കഴിവുകളെയും വിശ്വസിക്കുക. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം ബോധവാനായിരിക്കുക. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചുവരിക. പോസിറ്റീവ് ആയി ചിന്തിക്കുക. ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പരിശീലിക്കുക, പഠിക്കുക. അച്ചടക്കം പാലിക്കുക. വെല്ലുവിളികളെ നേരിടാനും ആസ്വദിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും ശ്രമിച്ചാൽ ആത്മവിശ്വാസം വളരും. കൂടാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മെച്ചപ്പെടാനും കഴിയും. ആത്മവിശ്വാസം എന്നത് നിങ്ങൾക്ക് ഒറ്റരാത്രി കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് കാലക്രമേണ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പാതിവഴിയിലാണ്. നന്ദി. വിമർശനം വളർച്ചയ്ക്കുള്ള ഒരു ശക്തമായ ഉപകരണമാകാം, പക്ഷേ അത് ദയുള്ളതും മെച്ചപ്പെടുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ്. നിങ്ങളെ ഉയർത്താൻ സഹായകരമായ ഉപദേശങ്ങളും നിങ്ങളെ തകർക്കുന്ന നിഷേധാത്മകതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ ക്ഷമയോടെ കേൾക്കുകയും ചിന്തിക്കുകയും വേണം. വിമർശനത്തെ ഗൗരവമായി എടുക്കുക, എന്നാൽ അത് നമ്മളെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കുക. പോസിറ്റീവായിരിക്കുക, ക്ഷമയോടെയിരിക്കുക, നിങ്ങളുടെ ഏറ്റവും മികച്ചതായിരിക്കാൻ പരിശ്രമിക്കുക. ഉയർച്ചയിലേക്കുള്ള ഒരു ശക്തിയാണ് വിമർശനം. നന്ദി. കർമ്മം നമ്മുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ തിരികെ നൽകും. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റേതായ ഫലംക്ക് തന്നെ തിരിച്ചു കിട്ടും. നല്ലത് നല്ല ലോകം സൃഷ്ടിക്കും, മോശം നമ്മെ നശിപ്പിക്കും. കർമ്മം നമ്മെ നല്ല ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പ്രേരിപ്പിക്കും. ലോകത്തിന് നല്ലത് ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും. തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കർമ്മം നമ്മെ സഹായിക്കും. വളരാൻ നമുക്ക് അവസരം നൽകും. ഓരോരുത്തർക്കും വ്യത്യസ്ത വഴിയുണ്ട്. നിങ്ങളുടെ താൽപ്പര്യങ്ങൾ പിന്തുടരുകയും ലോകത്തെ നല്ലതാക്കുകയും ചെയ്യുക. നന്ദി. ഓരോ കണ്ടുപിടുത്തവും മാറ്റവും ആവശ്യങ്ങളാൽ നയിക്കപ്പെടുന്നു. അതിന് അറിവിന്റെ പ്രയോഗം വളരെ ആവശ്യമാണ്. അറിവിന്റെ ജീവിതയാത്ര ഒരു സാഹസികതയാണ്. അത് ജിജ്ഞാസ ഉണർത്തുന്നു, ജീവിതത്തിന് അർത്ഥം നൽകുന്നു. നമ്മുടെ പരിമിതികൾ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവ്. അറിവ് ഉൾക്കൊള്ളുന്നു, എന്നാൽ മാനവികത അതിനെ ജീവസ്തുതാക്കുന്നു. അറിവ് ശക്തിയാണ്, എന്നാൽ അത് വിവേകത്തോടെ ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. വിദ്യാഭ്യാസം കുടുംബങ്ങളിലും സമൂഹത്തിലും പുരോഗതിക്ക് ഊർജം പകരുന്നു. അറിവും സന്തോഷവും ശക്തമായ കുടുംബബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. അറിവിലുള്ള നിക്ഷേപം മികച്ച പലിശ നൽകുന്നു. നന്ദി. പക്വത പ്രായമല്ല, അത് പഠനവും വളർച്ചയുമാണ്. നല്ല തിരഞ്ഞെടുപ്പുകളും ചിന്തിച്ചുള്ള പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു. ജ്ഞാനികൾ, ദയുള്ളവർ, ക്ഷമയുള്ളവർ, വികാരനിയന്ത്രണം ഉള്ളവർ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവർ, ഇവരാണ് യഥാർത്ഥത്തിൽ പക്വതയുള്ളവർ. ചെറുതും വലുതുമായ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക. സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുക. സ്വയം അറിയുക. പ്രായം ഒരു സംഖ്യയാണ്, പക്വത ഒരു തിരഞ്ഞെടുപ്പാണ്. നന്ദി. നിശ്ചയദാർഢ്യം എന്നത് ഒരു നല്ല വികാരമാണ്. അത് പ്രതിബദ്ധതയോടെയും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ആളുകളെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. നിശ്ചയദാർഢ്യമുള്ള മനസ്സുകൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുകയും മഹത്തായ കാര്യങ്ങൾ നേടുകയും ചെയ്യുന്നു. അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ പ്രചോദിതരായിരിക്കുക. നിശ്ചയദാർഢ്യത്തോടെ വിജയത്തിലേക്കുള്ള പാത എപ്പോഴും ഉണ്ട്. ദൃഢനിശ്ചയം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കട്ടെ. അചഞ്ചലമായ ദൃഢനിശ്ചയം വിജയത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ശക്തിയെ അഴിച്ചുവിടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ കീഴടക്കുക. നന്ദി. വ്യക്തവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും ലളിതവുമായ ജീവിതത്തെ വിലമതിക്കുന്ന ആഴത്തിലുള്ള തത്വചിന്തയെ ലളിതമായ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അനാവശ്യമായ അശ്രദ്ധകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചാണ്, കുറവുകളെക്കുറിച്ചല്ല. യഥാർത്ഥവും കൂടുതൽ സംതൃപ്തവുമായ ജീവിതം കൈവരിക്കാൻ ഈ രീതിയിലൂടെ കഴിയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ ലളിതമാക്കുന്നത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉൽപാദനക്ഷമതയും സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ തീരുമാനങ്ങൾ സ്വന്തമാക്കുന്നത് ക്രിയാത്മകമായി പരിവർത്തനം ചെയ്യാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാനും നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ ലാളിത്യം മെച്ചപ്പെടുത്താൻ ധ്യാനം പരിശീലിക്കുക. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നെഗറ്റീവ് വികാരങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ജീവിതം വളരെ ലളിതമാണ്, പക്ഷേ അതിനെ സങ്കീർണമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നന്ദി.